ഹലോ ഫ്രണ്ട്സ്, രാവിലെ 4:25 നമ്മുടെ ഹൈസൂട്ടി എണീറ്റിരുന്ന് നല്ല പഠിത്തത്തിലാണ്. ഇക്കത് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ഓൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും നബിദിനാശംസകൾ. അപ്പോൾ കറക്റ്റ് ടൈം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എണീറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഭീമാപ്പള്ളി പോവാണ് കേട്ടോ, തിരുവനന്തപുരത്തുള്ള ഭീമാപ്പള്ളിക്ക് പോവാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഉള്ളത് തൊടുപുഴയിലാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെവിടെ പോവാ? ഭീമാപ്പള്ളി. കറക്റ്റ് ടൈം 7:42 ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി. നല്ല അടിപൊളി മസാല ദോശ, ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഹൈസി ഇവിടെ കിടപ്പായി. നബിദിനം ആയതുകൊണ്ട് തന്നെ പോയ വഴിക്ക് 2-3 റാലിയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ 10:30 ആയപ്പോൾ കറക്റ്റ് തിരുവനന്തപുരം എത്തിയിട്ടുണ്ടായിരുന്നു. പാലാ വഴിയായിരുന്നു നമ്മൾ തിരുവനന്തപുരം വന്നത്. റോഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല സ്ട്രെയിറ്റ് റോഡായിരുന്നു. വണ്ടികളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം ലുലുമാളുടെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോവാണ്. അങ്ങനെ നമ്മളിതാ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ടൈം 10:30 ആയിട്ടുണ്ട്. നല്ല അടിപൊളി റോഡൊക്കെയാണ് കേട്ടോ. ഫൈനലി നമ്മളിതാ ഭീമാപ്പള്ളി എത്തി. ഞാൻ തീരെ ചെറുതായിരുന്നപ്പോഴായിരുന്നു ഈ പള്ളിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. നമ്മൾ ഭീമാപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. കുറച്ചൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ കുറേ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. പള്ളിയിൽ നേർച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് മേടിക്കാം. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ കുറേ നേരം നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാലരാമപുരത്തിലേക്കാണ്. അവിടെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദ കേരള ഹാൻഡ്ലൂം, ആ ഷോപ്പിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്തച്ച് കുറച്ച് മുണ്ടുകളൊക്കെ നോക്കി സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ തന്നെ കസവിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. കുറേയേറെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഷോപ്പിൽ. ഇത് കണ്ടോ, ആ ഷോപ്പിലെ അമ്മ നമുക്ക് ഹൈസൂട്ടിനെ കണ്ടപ്പോൾ ഒരു വളയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കത് ഒത്തിരി ഇഷ്ടമായി. ഇതൊക്കെയായിരുന്നു അത്തിച്ച് സെലക്ട് ചെയ്തിരുന്ന മുണ്ടുകൾ. കുറേയേറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഷോപ്പിൽ. കൂടാതെ നല്ലോണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അങ്ങനെ നമ്മൾ മുണ്ടൊക്കെ മേടിച്ച് കാറിൽ പോവാണ്. ആ ഒരു ഏരിയയിൽ തന്നെ ധാരാളം ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ലഞ്ച് ടൈം ആയിരുന്നു. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി.
ലഞ്ചിന് കഴിക്കാൻ ബിരിയാണിയും നൂഡിൽസും അതുപോലെ തന്നെ തന്തൂരി ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു, നല്ലോണം കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഹലോ, അങ്ങനെ ഇപ്പം നമ്മൾ കറക്റ്റ് റാന്നിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ടൈം 5 മണിയായിട്ടുണ്ട്. നല്ലോണം ടയേർഡായി, നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയേക്കുവാണ്. നമ്മൾ 7:15 വീട്ടിൽ കയറി. ശരിക്കും നല്ലോണം ടയേർഡായി. നല്ലോണം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ഭയങ്കര ക്ഷീണമായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.